അരവണ പായസം നന്നായിട്ട് വരട്ടിയെടുക്കുന്ന ഈ കടും പായസം ബഹുസേവ അല്ല വൃശ്ചിക മാസത്തിലെ വിശേഷ ദിവസങ്ങളിൽ എല്ലാം തയ്യാറാക്കുന്ന ഈ കടും പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇതിനായിട്ട് ചമ്പാപ്പച്ചരിയും ശർക്കരയും ശകലം തേങ്ങയും കൽക്കണ്ടവും മാത്രം മതി, കൂടെ നെയ്യും. ഇപ്പോൾ ചമ്പാപ്പച്ചരി കിട്ടുകയാണെങ്കിൽ ചമ്പാപ്പച്ചരി എടുക്കുക, ഇല്ലെങ്കിൽ സാധാരണ മട്ടയരി എടുക്കുക. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് ഇതുപോലെ അരിപ്പയിൽ മാറ്റി വയ്ക്കുക. അടി കട്ടിയുള്ള ചീനച്ചട്ടിയിൽ ആദ്യം 1 ടീസ്പൂൺ നെയ്യ് ഉരുക്കി അതിൽ തേങ്ങാ കഷ്ണങ്ങൾ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചുമക്ക വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഉരുളി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി വരുന്ന നെയ്യിൽ ഊറ്റി വെച്ചിരിക്കുന്ന അരിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് 6 ഗ്ലാസ്സാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. അരി നന്നായിട്ട് വേകാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത കളർ ശർക്കര കിട്ടുകയാണെങ്കിൽ അതായിരിക്കും അരവണയ്ക്ക് ഏറ്റവും നല്ലത്. ഇത് അത്ര കറുത്ത കളർ അല്ല കിട്ടിയിരിക്കുന്നത്. ശർക്കര ഉരുക്കി വരുന്ന സമയം അരി നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഉരുക്കിയ ശർക്കര ഇതുപോലെ അരിച്ചൊഴിക്കാനായിട്ട്. എന്നിട്ട് ആ കൂട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അരി വെന്തിട്ട് ശർക്കര അരിച്ചൊഴിക്കാവൂ. ഇനി അത് നന്നായിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഏകദേശം 1/2 കപ്പോളം നെയ്യാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇതുപോലെ കൂടുതൽ ചേർത്ത് വരട്ടിയെടുക്കാം. പായസം ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടുമ്പം അതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടി ചേർക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചുക്കുപൊടിയും ചേർക്കാം. ഏകദേശം ഇതുപോലെ ഒന്ന് ചുരുണ്ട് വരുന്ന ആ രീതി ആവുമ്പം ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്യുക. ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശകലം കൽക്കണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് മാറ്റി വയ്ക്കാം. ഈ പായസം തണുത്ത് വരുമ്പം കൂടുതൽ കുറുകി കിട്ടും. നല്ല കറുത്ത കളർ ശർക്കര കിട്ടുകയാണെങ്കിൽ അരവണ്ണയുടെ കളറ് കറക്റ്റായിട്ട് നമുക്ക് നല്ല കറുത്ത കളറിൽ കിട്ടും. ഇത് ശകലം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇത് വീട്ടിൽ സാധാരണ ബഹുസേവ സമയത്ത് അച്ഛനാണ് ഈ അരവണ പായസം തയ്യാറാക്കുന്നത്. അച്ഛൻ തയ്യാറാക്കുന്ന അതേ റെസിപ്പിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൽക്കണ്ടവും വെച്ച് അലങ്കരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.